ലബനോനിൽ എയർ സ്ട്രൈക്ക് നടത്തി ഇസ്രയേൽ. ഹിസ്ബുള്ള ക്യാമ്പ് തകർത്തു. സിറിയയിലും ഇസ്രയേൽ ആക്രമണം. ഖാൻ യൂനിസിൽ വ്യോമാക്രമണത്തിൽ 25 പലസ്തീനികൾ മരിച്ചു. ഇസ്രയേലിനെ ആക്രമിക്കരുതെന്ന് ഇറാന് മാർപ്പാപ്പയുടെ നിർദ്ദേശം. റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 311ാമത്തെ ദിവസമായ ഇന്ന് ഓഗസ്റ്റ് 12-ന് ഇസ്രായേൽ ഗാസയിലും ലബനോനിലും സിറിയയിലും കനത്ത വ്യോമാക്രമണം നടത്തിയ വാർത്തകളാണ്. 311ാമത്തെ ദിവസം സംഘർഷഭരിതമാണ്. സമാധാനത്തിൻ്റെ സൂചനകൾ ഈ ദിവസം കാണുന്നില്ല. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അടക്കമുള്ള ആക്രമണത്തിനുള്ള സാധ്യതകൾ കാണുന്നു. ലബനോനിൽ ഹിസ്ബുള്ളയുടെ ക്യാമ്പിൽ ഇസ്രായേൽ മിസൈൽ സ്ട്രൈക്ക് നടത്തി. സിറിയയെ ആക്രമിച്ചു. ഹിസ്ബുള്ള കമാൻഡറെ അടക്കം ഇസ്രായേൽ വധിച്ചു. ഹിസ്ബുള്ള ലബനോനിൽ ബെയ്റൂട്ടിലെ എല്ലാ താവളങ്ങളും മാറ്റിയിരിക്കുന്നു. മറ്റ് രഹസ്യ കേന്ദ്രത്തിലേക്ക് താവളങ്ങൾ മാറ്റി. മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത്, മാർപ്പാപ്പ ഈ വിഷയത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇറാന് മാർപ്പാപ്പ വ്യക്തമായിട്ടുള്ള സന്ദേശം കൊടുത്തു. വത്തിക്കാൻ ഇറാന് ഔദ്യോഗികമായ അറിയിപ്പിറക്കി. മറ്റൊന്ന്, ഖാൻ യൂനിസിൽ ശക്തമായിട്ടുള്ള കരയുദ്ധവും വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തുകയാണ്. 25 പേർ കൊല്ലപ്പെട്ടു, 100 പേരിലധികം പരിക്കേറ്റു. ലബനോനിലെ ഹിസ്ബുള്ള ക്യാമ്പ് ആക്രമിച്ചതിന് പ്രതികാരമായി 30-ലധികം മിസൈലുകൾ ഹിസ്ബുള്ള ലബനോനിൽ നിന്നും ഇസ്രായേലിലേക്ക് വിട്ടു. പക്ഷേ ഒന്നിലും ഇസ്രായേലിനെ തകർക്കുവാനോ അല്ലെങ്കിൽ നാശനഷ്ടമുണ്ടാക്കാനോ സാധിച്ചില്ല. ഇസ്രായേൽ സുരക്ഷിതമാണ് എന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വഷളാക്കുന്നതിന് എല്ലാവിധത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ വത്തിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിൻ ആണ് ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസ്കഷിയുമായിട്ടുള്ള നടത്തിയ സംഭാഷണത്തിലാണ് ടെഹ്റാനോട് ഈ ആവശ്യം വത്തിക്കാൻ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം വത്തിക്കാൻ പ്രസ്താവനയും ഇറക്കി. ഇറാനോട് അഭ്യർത്ഥനയും അല്ലെങ്കിൽ ഒരു ആവശ്യവും എന്ന നിലയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും പിന്മാറണം, ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ ഇറാൻ മാറി നിൽക്കണം എന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം വത്തിക്കാൻ ഇറാന് മുമ്പിൽ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇറാന്റെ നീണ്ട മൗനത്തിന് ശേഷം ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുവാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. ജൂതരാജ്യം ഇറാൻ ആക്രമിക്കുന്നതിനെതിരെ തന്നെയാണ് വത്തിക്കാന്റെ ഇപ്പോഴുള്ള നിലപാട്. കാരണം അത് മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കും എന്ന് വത്തിക്കാൻ അടക്കം ഭയപ്പെടുകയാണ്. വത്തിക്കാന്റെ പ്രസ്താവന പ്രകാരം മധ്യ പൗരസ്ത്യ ദേശത്ത് നടക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ അതീവ ഗൗരവമായ ഉത്കണ്ഠ വത്തിക്കാൻ രേഖപ്പെടുത്തുന്നു. കർദിനാൾ പിയാട്ര പരോളിൻ ഇത് സംബന്ധിച്ച പ്രസ്താവനയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഗുരുതരമായ സംഘർഷം ഇനി തുടരുന്നത് ഒഴിവാക്കണം. ഏതെങ്കിലും വിധത്തിൽ ചർച്ച നടത്തി ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത പരിശുദ്ധ സിംഹാസനം ഈ വിഷയത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. സമാധാനത്തിന് മുൻഗണന നൽകുകയാണ്. ഇറാൻ അതിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ഒരു തരത്തിലുമുള്ള ആക്രമണത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ ഇറാൻ കൊണ്ടുപോകരുത് എന്നും ഇതിൽ ആവശ്യപ്പെടുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വത്തിക്കാൻ ശ്രമിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം ആവർത്തിച്ച് വത്തിക്കാൻ വീണ്ടും വ്യക്തമാക്കുകയാണ്. ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അതിന്റെ നിലനിൽക്കാനുള്ള അവകാശങ്ങളും ഉണ്ട് എന്ന് വത്തിക്കാൻ ഒക്ടോബർ 7 ആക്രമണത്തിൽ മറുപടിയായിട്ട് സൂചിപ്പിച്ചിരുന്നു. ഗാസയിലെ മാനുഷിക പ്രശ്നങ്ങൾ വത്തിക്കാൻ ഉന്നയിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളെയും വത്തിക്കാൻ അംഗീകരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ആദ്യം മുതൽ ആ നിലപാട് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന ചില നീക്കങ്ങൾ വേണ്ട എന്ന് വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നത്. പലസ്തീൻ സിവിലിയന്മാരിലേക്ക് മനുഷ്യത്വപരമായ സഹായം എത്തിക്കണം എന്ന് ഇതേസമയം വത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഇറാനുമായിട്ടുള്ള സംഘർഷം അവസാനിക്കുന്നില്ല എന്ന സൂചനകൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇറാനിൽ നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ ജനങ്ങൾക്കിറക്കിയ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുകയാണ്. ആരും നിർദ്ദേശങ്ങൾ അവഗണിക്കരുത്. സംഘർഷം തുടരുകയാണ്. ഇറാനിൽ നിന്നുള്ള ഭീഷണി ഇപ്പോഴും തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാനിൽ നിന്നുള്ള ആക്രമണം ഇപ്പോൾ സാധ്യത കൂടുതലായിട്ട് കാണുന്നു എന്ന് ജനങ്ങൾക്ക് നൽകിയ അറിയിപ്പിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുകയാണ്. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയയുടെ ഏറ്റവും തലവനായിട്ടുള്ള ആളെ കൊലപ്പെടുത്തിയതിന്റെ മറുപടിയായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഇതുവരെ ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ കനത്ത ഒരു ശാന്തത പുലർത്തിയിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ ഇറാൻ ആക്രമണത്തിനുള്ള സാധ്യത ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, തെക്കൻ ലബനോനിലെ തായ്ബയിൽ ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലിന്റെ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ക്യാമ്പ് തകർത്തു.
രണ്ട് തോക്കുധാരികൾ മോട്ടോർ സൈക്കിളിൽ ക്യാമ്പിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ഡ്രോണിൽ ഘടിപ്പിച്ച AI ക്യാമറയിൽ നിന്നാണ് ഇസ്രായേൽ സൈന്യത്തിന് വിവരം കിട്ടുന്നത്. തുടർന്ന് ഈ രണ്ട് തോക്കുധാരികൾ കയറിപ്പോയ കെട്ടിടത്തിലേക്ക് മിസൈൽ തൊടുക്കുകയും ആ കെട്ടിടം നശിപ്പിക്കുകയായിരുന്നു. തീവ്രവാദി സെല്ലിന്റെ ഈ ക്യാമ്പ് തകർക്കുന്ന ദൃശ്യങ്ങൾ IDF പുറത്തുവിട്ടിട്ടുണ്ട്. തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആയുധ ശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള ക്യാമ്പാണ് തകർത്തത് ഈ വ്യോമാക്രമണത്തിലൂടെ എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള. എന്നാൽ എത്ര പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ളയോ ലബനോനിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളോ വ്യക്തമാക്കിയിട്ടില്ല. നിരവധി പേർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം 406 ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലെബനോനിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത്. 406 പേരാണ്. ഇന്നത്തെ ആക്രമണത്തിൽ ക്യാമ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഈ ക്യാമ്പ് തകർത്ത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായി ലെബനോനിലെ ഭീകര സംഘം പടിഞ്ഞാറൻ ഗലീലിയയിലെ ഇസ്രായേൽ കുന്നുകളിലേക്ക് 30 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഈ 30 എണ്ണത്തിൽ ഒരെണ്ണം പോലും ഇസ്രായേലിൽ നാശമോ അല്ലെങ്കിൽ ഹാനിയോ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ സുരക്ഷിതമാണ് എന്നാണ് സൈന്യം പറയുന്നത്. ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ അതിർത്തിയിലെ തുറസായ സ്ഥലങ്ങളിൽ ചിലത് വീണ് പൊട്ടി. ബാക്കി ഭൂരിഭാഗവും ഇസ്രായേൽ അതിർത്തിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകൾ A3 മിസൈലുകളും അതുപോലെ അയൺ ഡോമുകളും ഉപയോഗിച്ച് തകർത്തു എന്നാണ് പറയുന്നത്. ലെബനോനിന് അതിർത്തിയിലുള്ള ഇസ്രായേലിന്റെ കുന്നുകളിൽ ഇതേ സമയം ഇസ്രായേൽ സൈനികർ ഡ്രിൽ നടത്തുകയാണ്. 646 ബ്രിഗേഡിയയിൽ ഉള്ള സൈന്യത്തെ ഈ ഭാഗത്തേക്ക് ഡ്രിൽ നടത്തി സ്ഥിരമായ ഒരു സൈനിക വിന്യാസം ഇവിടെ ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ്. ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഹിസ്ബുള്ള ഭയന്നോടുകയാണ്. തലസ്ഥാനത്ത് നിന്ന് ക്യാമ്പുകൾ പൊളിച്ച് സുരക്ഷിതമായിട്ടുള്ള മറ്റിടങ്ങളിലേക്ക് മാറുന്നു എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത്. നിരന്തരം ഹിസ്ബുള്ളയുടെ ഇവിടുത്തെ ക്യാമ്പുകളിൽ ബോംബാക്രമണം നടത്തുന്നു, വ്യോമാക്രമണം നടത്തുന്നു. തലസ്ഥാനമാണ് ബെയ്റൂട്ട്, അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് സുരക്ഷിതമായ മറ്റ് ഒരു കേന്ദ്രത്തിലേക്ക് പ്രധാനപ്പെട്ട തലവന്മാരും ഹിസ്ബുള്ളയുടെ ആളുകളും പോരാളികളും ഒക്കെ മാറുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലെബനോൻ അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഇവിടെ ബെയ്റൂട്ടിൽ സുരക്ഷിതമല്ല എന്ന് ഇതോടെ തന്നെ ഹിസ്ബുള്ള മനസ്സിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും ബെയ്റൂട്ടിലാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള അവിടുത്തെ ക്യാമ്പുകൾ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. എന്താണെങ്കിലും വലിയ തയ്യാറെടുപ്പിലാണ് ഹിസ്ബുള്ളയും. യുദ്ധം നിർത്തുവാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. ഇറാന്റെ ഭാഗത്തും ഈ സംഘർഷം ഒഴിവാക്കുവാൻ താല്പര്യമില്ല. ഇപ്പോൾ ഇറാനും വലിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്ക് വരികയാണ്. ഹിസ്ബുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ചില തയ്യാറെടുപ്പുകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളി കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു. ഇസ്രായേലാകട്ടെ വെടിനിർത്തലിന്റെ യാതൊരു സന്ദേശവും ആ ഭാഗത്തുനിന്നുമില്ല. സംഘർഷം തുടരുകയാണ്, കൂടുകയാണ് ഈ ദിവസങ്ങളിൽ. ലെബനോനിലും ഗാസയിലും ഒരേ സമയം വ്യോമാക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഇറാനെതിരെ വലിയ പടയൊരുക്കങ്ങൾ നടത്തി നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്ത് സിറിയയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി, വ്യോമാക്രമണമാണ് നടത്തിയത്. മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവിടുത്തെ ഒരു തുറമുഖം തന്നെ ഹൂതികളുടെ തുറമുഖം അടിച്ചു തകർത്തിരുന്നു. ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതിന്റെ പ്രതികാരം എന്നോണം ഹൂതികളുടെ പ്രധാനപ്പെട്ട അവിടുത്തെ താവളം, അവിടുത്തെ തുറമുഖം ഇസ്രായേൽ തകർക്കുകയായിരുന്നു. അതിനുശേഷം ഹൂതികൾ വളരെ ശാന്തരാണ്. ഒരു ആക്രമണം പോലും അതിനുശേഷം കടലിലുണ്ടായിട്ടില്ല. ചെങ്കടലിൽ ആക്രമണം, ഡ്രോൺ ആക്രമണമോ കാര്യങ്ങളോ കപ്പലുകൾക്ക് നേരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഹൂതികൾക്ക് ഏറെക്കുറെ മതിയായി. ഇപ്പോൾ എന്തുകൊണ്ടാണ് സിറിയയിൽ വീണ്ടും ഏകപക്ഷീയമായി ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയത് എന്നറിയത്തില്ല. ഹൂതികളുടെ പുതിയ ഏതെങ്കിലും താവളം അവിടെ കണ്ടെത്തിയോ എന്നറിയത്തില്ല. ഹൂതികൾക്ക് ആ തുറമുഖം തകർത്തതോടെ മതിയായിരിക്കുകയാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിലെ ഖാൻ യൂനിസിൽ കൊല്ലപ്പെട്ടത് 25 പലസ്തീനികളാണ്. ഖാൻ യൂനിസിൽ വലിയ വ്യോമാക്രമണവും കരയുദ്ധവും ഇസ്രായേൽ നടത്തുകയാണ്. വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ നടത്തുന്നു. 100,000 ആളുകളെ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചിരിക്കുന്നു. നിരവധി ഗ്രാമങ്ങൾ ശൂന്യമാണ്. അവിടെയുള്ള പ്രദേശങ്ങളിലൂടെ എല്ലാം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അറസ്റ്റും ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകളെ കണ്ടെത്തുവാനുള്ള തീവ്രമായിട്ടുള്ള യത്നത്തിലാണ്. ഇതിനിടയിലാണ് ചില സ്ഥലങ്ങളിൽ വ്യോമാക്രമണം ഉണ്ടായതും 100 കണക്കിന് പേർക്ക് പരിക്കേറ്റതും 25 പലസ്തീനികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നതും. ഇപ്പോൾ
റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഗാസയിലെ ജനസംഖ്യയിലെ 1.8 പേരെ ഇസ്രായേൽ സൈന്യം ഈ യുദ്ധത്തിൽ ഒക്ടോബർ 7 മുതൽ കൊന്നൊടുക്കി എന്നുള്ള ഒരു കണക്ക് ഇപ്പോൾ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ 70% 30 വയസ്സിന് താഴെയുള്ളവരാണ്. അതുപോലെ തന്നെ ഗാസയിലെ ജനസംഖ്യയിലെ ഏകദേശം 15,000-ഓളം പേരെ കാണുവാനില്ല. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജീവച്ഛവങ്ങളും രക്തസാക്ഷികളുമായിട്ട് അവർ ജീവിക്കുന്നു. 1.8% ആളുകളെയാണ് ജനസംഖ്യയിൽ ഇതിനകം ഇസ്രായേൽ സൈന്യം വധിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്. 10,000 കണക്കിന് പലസ്തീനികൾ ഖാൻ യൂനിസിൽ നിന്നും പലായനം ചെയ്യുകയോ വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ എൻക്ലേവിൽ മറ്റെവിടെയെങ്കിലും പോയിട്ട് നടപ്പാതകളിലും റോഡ് സൈഡിലും ഒക്കെ ടെന്റടിച്ച് കിടക്കുകയാണ്. വല്ലാത്ത ദുരന്തവും നരകവുമായിരിക്കുകയാണ്. പണ്ട് ഈ യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ UN-ഉം ഇന്ത്യ അടക്കം അമേരിക്ക അടക്കം എല്ലാവരും ഭക്ഷണവും വെള്ളവും ഒക്കെ അങ്ങോട്ട് ഒഴുക്കിയപ്പോൾ ഇപ്പോൾ ആരും ഗാസയിൽ സമാധാനത്തിനോ അല്ലെങ്കിൽ ഗാസയിലേക്ക് എല്ലാ കണ്ണുകളും ഇപ്പോൾ ആരും നോക്കുന്നില്ല. സഹായം കൊടുത്തവരെല്ലാം ഗാസയിൽ നിന്ന് ഇപ്പോൾ മൗനമാണ്. സേവ് ഗാസ പോലും പ്രചരണക്കാർ പോലും ഇപ്പോൾ ഗാസയിലേക്ക് തിരിഞ്ഞു നോക്കും. ജനങ്ങൾ അത്രമാത്രം ദുരിതവും നരകത്തിലുമാണ് ഗാസയിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.